അയാളെൻ്റെ ചെങ്ങായിയാണ്. അത്ര ചങ്കൊന്നും ആയിരുന്നില്ല. ഇടയ്ക്കൊക്കെ വിളിക്കും, കുറേ കാലം വിളിക്കാതിരിക്കും. ജിദ്ദയിലായിരുന്നു അയാൾക്ക് ജോലി. അസുഖമായിട്ടൊക്കെയാണ് നാട്ടിൽ പോയത്. അന്ന് കുറച്ച് കാശൊക്കെ കടം കൊടുത്തിരുന്നു. നാട്ടിൽ പോയിട്ട് പിന്നെ ആ ചെങ്ങായിക്ക് ഒരു ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നു. പിന്നീട് നാട്ടിൽ പോയപ്പോൾ 3 മാസം ലീവ് ഉണ്ടായിട്ടും അവനെ കണ്ടില്ല. ടെലിഫോൺ ചെയ്തതൊന്നുമില്ല, അവൻ വന്നതുമില്ല. റംസാൻ്റെ മുമ്പ് തന്നെ കടം കൊടുത്ത കാശ് അയാൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നു. റംസാനിൽ അവൻ എന്നെ കാണാൻ വന്നിരുന്നു. ഒരു വെളുത്ത സ്കൂട്ടിയിൽ വെള്ളയും വെള്ളയൊക്കെ ധരിച്ചിട്ട്. കാറ് വിറ്റ് കടം കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. വീട്ടിൽ നിന്നും അവനും ഉമ്മാക്കും കൂടിയുള്ള മരുന്നിന് വലിയ കാശാവുമെന്നും ചിലവ് കൂടുതലാണ് എന്നൊക്കെ പരാതിയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അന്ന് പോയിട്ട് പിന്നെ അയാൾ വിളിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടുമില്ല. രാജ്യം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിൻ്റെ 4-ാം നാൾ വ്യാഴാഴ്ച രാവിലെ അവൻ വിളിച്ചിരുന്നു. വന്നതറിഞ്ഞിരുന്നെന്നും വിളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പരിഭവം പറഞ്ഞിട്ട്. അന്ന് ഉച്ചക്കും വൈകിട്ടും പിന്നെ രാത്രിയൊക്കെ വിളിച്ചിരുന്നു. കുറേ സംസാരിച്ചിട്ടും എന്തോ ഒന്ന് പറയാൻ വിട്ടതുപോലെ. നേരം പുലരുന്നത് വരെ കാത്ത് ഇങ്ങനെ വരാന്തിയിലെ ബെഞ്ചിൽ കട്ടൻ ചായ എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ നല്ല പാതിയാണ് പൊടുന്നനെ പറഞ്ഞത്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസം കാണുക. ഉമ്മയും ഉപ്പയും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അയാൾക്ക് മരുന്നും ഭക്ഷണമൊക്കെ വേണ്ടേ? ആദ്യം കൊണ്ടാവും ഇങ്ങനെ വിളിക്കണത്. നിങ്ങളൊന്ന് വിളിച്ചു നോക്കാണേ. അത് കേട്ടുകൊണ്ടാണ് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവനെ വിളിച്ചത്. കുറേ നേരം സംസാരിച്ചു. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് മാത്രം അപ്പോഴും ചോദിക്കാൻ മനസ്സനുവദിച്ചില്ല. ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ തൊട്ട് മുമ്പ് അവനാണ് എന്നോട് പതുക്കെ പറഞ്ഞത്, അല്ല ചങ്ങാതി, ജിദ്ദിന്ന് വന്നിട്ട് കുറേ നാളായില്ലേ. ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചു പോകാനൊന്നും പറ്റില്ലല്ലോ. പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കാശുണ്ട് കേട്ടോ, ഞാൻ അങ്ങോട്ട് എത്തിക്കാം. അത്ര പതുക്കെ പറഞ്ഞിട്ടും എൻ്റെ അടുത്തിരിക്കുന്ന നല്ല പാതി അത് കേട്ടു. അവൾ കണ്ണ് തുടച്ച് എന്നോട് പറഞ്ഞു, അത് നിങ്ങളെ ചങ്ങായിയല്ല, നിങ്ങളെ റൂഹാണ്.